Mr. Azhar. Slow. Slow. വെൽക്കം ബാക്ക് അഗൈൻ. ഷർഫുമാണ് ഇപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. ഇപ്പോൾ സമയം രാവിലെ ഏകദേശം 7:30-8 മണിയായി. എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിരുന്നു താമസം. നമ്മൾ HBHൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് ഇന്നലെ വൈകുന്നേരം പോന്നിട്ട് രാത്രി ഏകദേശം 2-3 മണിക്കാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഉണ്ട്? മുഹമ്മദ് അസ്ഹറുദ്ദീൻ, ഇർഫാദ്, ഷാഹിദ് അരീക്കൻ, അസ്ലം കുരിക്കൽ, മുസ്തഫ കുറ്റൂർ, ഷബീർ അലി അരീക്കൻ, റിയാസ്. ഇതേ മോഡൽ ഇപ്പോൾ ഇലക്ട്രിക് ഇറങ്ങുന്നുണ്ട്. ആ മറ്റേ ഇതിലേ കൊച്ചി രാജാവിലെ നല്ല തണുപ്പാണ്. വെയിൽ കൊണ്ട് നമ്മൾ ഊറക്കിടൂലേ, ഒരു ഊറക്കട നിൽക്കുകയാണ്. പോലൊക്കെ ഉണ്ടല്ലോ ഉണങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. അതേപോലെ പിന്നെ എല്ലാവരും ഇങ്ങനെ എത്തിച്ചപ്പോൾ താത്ത പറഞ്ഞു എല്ലാത്തിനും അത് ഉണക്കാൻ വെച്ചിട്ട് ഇന്നലെ വൈകുന്നേരം ഒരു തോന്നല് ഒന്ന് ഊട്ടി വരെ പോയാലോ എന്ന്. അങ്ങനെ എല്ലാവരും കൂട്ടിയിട്ട് വൈകുന്നേരം ഇറങ്ങി തട്ടോ. സാവധാനം വാടിപ്പാടി ഇവിടെ എത്തുമ്പോൾ ഏകദേശം സമയം എത്രയായിട്ടുണ്ടാവും? അവിടെ 2 മണിക്കാണ് ഇവിടെ എത്തിയത്. 2 റൂം എടുക്കണം എന്ന് പറഞ്ഞ മൂപ്പര് ഞങ്ങൾക്ക് 2 വേണ്ട, 1 മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിൽ തന്നെ കൂടി കുറച്ച് പൈസ ഏറെ കൊടുത്തിട്ട് 2-3 ബെഡൊക്കെ എക്സ്ട്രാ വാങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നു. റൂം കയറിയപ്പോൾ തന്നെ ബ്ലാക്കിൻ്റെ ഉള്ളിൽ കയറി എല്ലാവരും. അത്രയും തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും റൂമൊന്ന് റെഡി ആയിട്ട് ഇറങ്ങിട്ടോ. കിന്നക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ പോകേണ്ടത്. കിന്നക്കര രണ്ടാമതോ? നമ്മൾ ഇന്നലെ ഊട്ടിയിലെ താമസമൊക്കെ കഴിഞ്ഞ് കിന്നക്കോരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാവർക്കും ഉള്ള ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കിന്നക്കോരയിലേക്കുള്ളത്. ഒരുപാട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നല്ല സുന്ദരമായ വഴികളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. വളരെ ചെറിയ ഇടുങ്ങിയ വഴിയാണെങ്കിലും വളരെ 2 സൈഡിലും നല്ല തേയിലകളും വളരെ വേറെ ക്യാരറ്റ് കൃഷിയും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണേ. ഓക്കെ, ഊട്ടിന്ന് കിന്നക്കരയൊക്കെ ഏകദേശം 52 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഏകദേശം 2 മണിക്കൂർ ഓടാണ്ട്. ഊട്ടിന്ന് കിന്നക്കരയ്ക്കുള്ള റൂട്ട് പൊളിയട്ടാ. ഊട്ടി തുടങ്ങിയപ്പോഴേക്ക് അടിപൊളി കാഴ്ചകളാണ്. അപ്പൊ കിന്നക്കരയ്ക്ക് എത്തുമ്പോഴുള്ള കാഴ്ചകൾ ഒരു 1.5 കാഴ്ചകളായിരിക്കും. ഇറങ്ങി നോക്കിയാലോ, വിളവെടുപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ ക്യാരറ്റ് കൃഷി കണ്ടത്. അപ്പൊ ഒന്ന് വല്ല വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകാനുള്ള പരിപാടിയാണ്. ക്യാരറ്റ് കൃഷി വിളവെടുപ്പാണ് ഇവിടെ നടക്കേണ്ടത് കേട്ടോ. അവിടെ തോട്ടത്തിൽ നിന്ന് വിളവെടുത്തിട്ട് നേരെ അവിടെ ചാക്കിലാക്കുന്നുണ്ട്. ആ സംഗതി നേരെ ഇവിടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ നേരെ പോകുന്നുണ്ട് അങ്ങേപ്പുറത്ത് ക്ലീൻ ആക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ക്ലീൻ ആക്കുന്നത് വീണ്ടും ലോഡ് ചെയ്ത് പോകുന്നു. ഇത് കണ്ട ക്യാരറ്റൊക്കെ നിലത്ത് വീണെടുക്കണം. എന്തേ ക്യാരറ്റ് ചാക്കിലാക്കി കൊണ്ടുവരുന്ന രംഗാട്ടേക്ക് കാണുന്നത്. കേട്ടോ, ചാക്ക് നിറച്ച് ക്യാരറ്റാണ്. ചാക്ക് കണക്കിന് ക്യാരറ്റാണ് ഇവിടുന്ന് വണ്ടി കയറ്റി കൊണ്ടുവന്നിട്ടാ. അപ്പോൾ ഇത് കണ്ട ചാക്കിലാക്കി വെച്ചിരിക്കണ ക്യാരറ്റ്. നല്ല ക്യാരറ്റിന് ഇവിടെ വേസ്റ്റായി കിടക്കുന്നുണ്ട്. അതെന്താ ഇവരെന്താ കാട്ടുന്നത്?
സെക്കൻഡ് ക്വാളിറ്റി കൊണ്ടുപോകണോടാ. എന്നാ സെക്കൻഡ് ക്വാളിറ്റി കൊണ്ടുപോകും. നോക്കിയാ അതിനെന്താ കുഴപ്പം? നമ്മൾ ഊട്ടിയിലൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ കൃഷിത്തോട്ടത്തിൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞു. നമ്മൾ സ്ഥിരമായിട്ട് വന്ന് കാണുന്ന ഏരിയകളുണ്ട് ഇപ്പോൾ ഊട്ടിയിൽ. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വന്നവരൊക്കെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതേപോലെ ഒന്ന് റൂട്ടൊക്കെ മാറ്റി പിടിച്ച് നമ്മൾ കാണാത്ത ഏരിയയിലോട്ടൊക്കെ പോകണം. അതായത് ഊട്ടിൻ്റെ ഔട്ടർ ഏരിയയൊക്കെ പോകണം. അവിടെയാണ് ഒരുപാട് സൗന്ദര്യമുള്ള കാഴ്ചകൾ കാണാൻ പറ്റുക. ഇതാണ് ഇപ്പോൾ അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് ഭൂമിന്റെ അടിയിലേക്ക് പോയിട്ടില്ലല്ലേ? പകുതി ഇവിടെ കാണുന്നുണ്ടല്ലേ? ഫ്രഷ് ക്യാരറ്റ് ആണ്. അതെ, മാടിന് കൊടുക്കുന്നു. ഓക്കെ, അയ്യോ ഇർഫാദ് പോലെ സമ്മതമില്ലാതെ കുറച്ച് ക്യാരറ്റ് വിളവെടുത്തിട്ടാ ഇവരിപ്പോൾ ഇവിടുന്ന് നേരെ കയറ്റി കൊണ്ടുപോകുന്നത്. ആ വണ്ടിയിൽ നേരെ കയറ്റി കൊണ്ടുവന്ന് അവിടെ ക്ലീൻ ചെയ്യണ ഒരു ഏരിയ ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ പുറത്തേക്ക് പോകുന്നത്. ഇത് ശരിക്കും ഡയറക്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റില്ല, അത്രക്കും മരുന്ന് അടിച്ചുണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ ഈ നല്ല ക്യാരറ്റ് മാത്രമേ അവരെടുക്കുള്ളൂ. ഇതുപോലത്തെ ഈ ഷേപ്പ്ലെസ് സാധനങ്ങളൊക്കെ അവർ ഒഴിവാക്കും. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഷേപ്പ്ലെസ് സാധനങ്ങൾ അവർ കാലികൾക്കാണ് കൊടുക്കുക. കാരണം ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ പിന്നെ കിലോക്ക് 20 രൂപയൊക്കെ ഉള്ളൂ ഇവിടെ മാർക്കറ്റിൽ വില. അതെ, അപ്പം നല്ല സാധനങ്ങൾ മാത്രം അവരെടുത്തിട്ട് ബാക്കി ഈ കാലികൾക്ക് കൊടുക്കാനേ ഉപയോഗിക്കാം. മറ്റേത് ഈ ഇങ്ങനെ ഷേപ്പ്ലെസ് സാധനങ്ങൾ 2 രൂപയൊക്കെ കിലോയ്ക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം ഇത് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൂട്ടിയിട്ടതൊക്കെ കാണുന്ന വിഷയം ഇനി കാലികൾക്ക് കൊടുക്കാനുള്ളതാണ്. കേട്ടോ, വണ്ടി ഫുള്ള് ലോഡാക്കി അവരതാ പോവാണ്. അവരവിടെ നെറ്റൊക്കെ വെച്ച് ഓല കൃഷിത്തോട്ടം പോലെ ലോക്ക് ചെയ്ത്. ഇതിൻ്റെ പേരിലിട്ടുണ്ടോ? കിട്ടിയോ? കിന്നക്കുറയൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ നിർത്തി കൊടുത്തുന്ന ഒരു 5 മിനിറ്റ് ഓടിയിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ വീണ്ടും നിർത്തി. ഫോട്ടോസ് എടുത്തിട്ട് പോലും മതി വരണില്ല. കാരണം അമ്മാതിരി വ്യൂ ആണ്. ഇതിലൂടെ ഇങ്ങനെ ഇപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാണ് ഈ മരം കണ്ട് ഈ മരത്തിനടുത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയത്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു 1.5 വ്യൂ ആണ് ഈ മരം. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ ഇങ്ങനെ നടന്നു കൊടുക്കുകയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇവിടെ ഇങ്ങനെ ഇപ്പോൾ മിസ്റ്റ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഈ ഭാഗം ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുക. ഈ വ്യൂ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഈ ഒരു മരം, ഇതിൻ്റെ അടിയിലുള്ള തേയിലത്തോട്ടം, പിന്നെ അങ്ങോട്ടുള്ള അപാര വ്യൂ ഇതുണ്ടാ. ആ സൈഡിലോട്ടും ഈ സൈഡിലോട്ടുള്ള അപാര വ്യൂ അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മളൊരു പ്ലാനും ഇല്ലാതെ വരണം. അതേപോലെ ഇന്ന സ്ഥലത്ത് നിന്ന് ഒരിക്കലും നമ്മൾ നിശ്ചയിക്കരുത്. ഈ പോകുന്ന പോക്കിലുള്ള കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യും. അതിന് വൈബുള്ള ആൾക്കാരെ കിട്ടും വേണം കേട്ടോ. അതാണ് ഏറ്റവും വേണ്ടത്. നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ്. എങ്ങോട്ടെങ്കിലൊക്കെ അവിടെ പോയാൽ മതി.